ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയുടെ റെസിപ്പിയാണ്. നമ്മൾ സാധാരണ തേങ്ങാ ചട്നി, ഉള്ളി ചട്നി ഇതൊക്കെ കഴിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റിക്ക് വേണ്ടി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ്. അപ്പോൾ ഇതെങ്ങനെയെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ഈ ചട്നിക്ക് വേണ്ടിയിട്ട് വഴുതനങ്ങ ഒന്ന് ചുട്ടെടുക്കണം. ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു വഴുതന വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റൗവിൽ ഇതുപോലെ നേരിട്ടിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യുന്ന കമ്പിയിൽ വെച്ചിട്ടും ചുട്ടെടുക്കാം. ഓവനിൽ വെച്ചിട്ടും നമുക്കിത് ഗ്രില്ല് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ വിറകടുപ്പാണെന്നുണ്ടെങ്കിൽ കനലിൽ വെച്ചിട്ട് ചുട്ടെടുത്താൽ മതി. നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ കുറച്ചും കൂടി ഈസി നമുക്കിതുപോലെ സ്റ്റൗവിൽ വെച്ചിട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സമയത്തിൻ്റെ അടിഭാഗം കുറച്ച് നേരം തീയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടും. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ മുകൾ ഭാഗം കൂടെ ഒന്ന് തിരിച്ചിട്ടിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. പിന്നെ വലിയ വഴുതനങ്ങ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നൊക്കെ ചുട്ടാൽ തന്നെ കുറച്ച് അത്യാവശ്യം കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ ചെറുതാണെങ്കിൽ ഓരോ സമയം ഇങ്ങനെ ഓരോന്നായിട്ട് ചുട്ടെടുക്കാൻ കുറച്ചും കൂടെ സമയം എടുക്കും കേട്ടോ. അപ്പോൾ അത് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി നമുക്ക് ഗ്രില്ല് ചെയ്യുന്നൊരു കമ്പി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ആണെങ്കിൽ നമുക്ക് മറ്റേത് തീയിലിങ്ങനെ വെച്ച് നമ്മൾ തിരിച്ചു മറിച്ചിടുമ്പോൾ തീ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പാറും കേട്ടോ. അപ്പോൾ ചിലർക്ക് പേടിയാവും. പിന്നെ ഗ്യാസിൻ്റെ കുറ്റിയൊക്കെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ കമ്പിയിൽ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ രണ്ട് ഭാഗവും നല്ല പോലെ ആയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ടും അടുപ്പിൽ നിന്ന് മാറ്റാം. ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നാലും വഴുതനങ്ങൾക്ക് നല്ല ചുട്ട നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. സാധാരണ നമ്മൾ വേവിച്ചെടുക്കുന്ന ടേസ്റ്റ് അല്ല കേട്ടോ അതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ ഭാഗവും തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ല പോലെ തന്നെ വേവിച്ചെടുക്കുക. അപ്പോൾ ഞാൻ സ്റ്റൗ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ചൂടോട് കൂടി തന്നെ ചെയ്യുന്ന പറഞ്ഞാൽ ഇത് വീഡിയോക്ക് വേണ്ടി പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് കുറച്ച് ചൂടാറിയതിന് ശേഷം തൊലിയൊന്ന് കളഞ്ഞെടുത്താൽ മതി. അപ്പോൾ ഉൾഭാഗമൊക്കെ നല്ല പോലെ തന്നെ ചൂടായിരിക്കും. ഈ ഒരു സമയത്ത് നമ്മൾ കൈ വെച്ചിട്ടൊന്നും തൊലി കളയാൻ പറ്റൂല കേട്ടോ. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം തൊലിയൊന്ന് മാറ്റിയാൽ മതി. ആ തൊലി നമ്മുടെ ഇതിൽ ചട്നിയിലുണ്ടെന്നുണ്ടെങ്കിൽ നല്ല കയ്പ്പാവും കേട്ടോ. അത് കരിഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ വഴുതനങ്ങയുടെ ആ ഒരു കയ്പ്പും കൂടെ ഉണ്ടാവും. അപ്പോൾ തൊലി മുഴുവനായിട്ട് തന്നെ മാറ്റാം. അപ്പോൾ നല്ല പോലെ തന്നെ വെന്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ വഴുതനങ്ങ എടുക്കുന്ന സമയത്ത് പുഴുക്കുത്തൊന്നും ഇല്ലാത്ത വഴുതനങ്ങ എടുക്കുക കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ചുട്ടൊക്കെ കഴിഞ്ഞ് ഇതുപോലെ പൊളിച്ചെടുക്കുന്ന സമയത്ത് ഉൾഭാഗം നന്നായിട്ട് കേടാവും. അപ്പോൾ നമ്മൾ അത്രയും സമയം വേസ്റ്റായി പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വഴുതനങ്ങ തന്നെ എടുക്കുക. ഇനി പച്ച വഴുതനയാണെങ്കിൽ അതും എടുക്കുക കേട്ടോ. ഏത് വഴുതനയാണെങ്കിലും കുഴപ്പമില്ല, കേടില്ലാത്ത നോക്കിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ തൊലി മുഴുവനായിട്ട് തന്നെ ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട്. എപ്പോഴും നല്ല ചൂടാണ് കേട്ടോ. അത് നമുക്ക് കൈ വെച്ചിട്ട് തൊടാനുള്ളൊരു പാകമൊന്നും ആയിട്ടില്ല. അപ്പോൾ കുറച്ച് ഇതുപോലെ നമുക്ക് ചുട്ട് കുറച്ച് സമയം ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ചട്നി ഉണ്ടാക്കാം. അങ്ങനെയും ചെയ്യാം കേട്ടോ. ചുട്ടെടുക്കണ സമയമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെയൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ചിട്ട് ചട്നി ഉണ്ടാക്കാം. ഇനി ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കടുകൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കടുക്, അത്രയും മതി. ഈ ഒരു വഴുതനക്ക് ആവശ്യം അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അതുപോലെ തന്നെ ഒരു നുള്ളി ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. വലിയ ജീരകമല്ല കേട്ടോ, ചെറിയ ജീരകമാണ്, നല്ല ജീരകമാണ് ചേർത്തിട്ടുള്ളത്. ഈ ജീരകം കൂടെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടുതൽ വെളുത്തുള്ളിയുടെ ആവശ്യമില്ല കേട്ടോ, ഒരു 2 അല്ലി മാത്രം മതി. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചതച്ചിട്ട് ചേർക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് ചേർത്താലും മതി. ഇപ്പോൾ ചതച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈസി നമുക്ക്. ഇനി വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ വലിയ ഉള്ളിയാണ് ചേർക്കണത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഉള്ളി ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ തൊലിച്ച് അരിഞ്ഞെടുക്കാനൊന്നും ബുദ്ധിമുട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. ഇപ്പോൾ ഒരു വലിയുള്ളിയുടെ ഒരു പകുതി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് ഉള്ളി നമുക്കിതിന് ആവശ്യമില്ല. അപ്പോൾ കറിവേപ്പില ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് കറിവേപ്പിലൊക്കെ ചേർക്കുക. കറിവേപ്പിലൊക്കെ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ നല്ല എരിവ് വേണമെന്നുള്ളവരാണെങ്കിൽ നന്നായിട്ട് ചേർക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് ഒന്ന് വഴറ്റിയെടുക്കാം.
ഇനി നമ്മളിതിലേക്ക് ചുവന്ന മുളകിൻ്റെ പേസ്റ്റാണ് ചേർക്കുന്നത്. ഉണക്കമുളക് കുറച്ച് സമയം ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റാണ്. അപ്പോൾ ഞാനതൊരു 1.5 ടേബിൾ സ്പൂൺ അത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. നമ്മൾ ഉണക്കമുളക് ഇതിലേക്ക് മുറിച്ചിടുന്നേക്കാളും ടേസ്റ്റാണ് ഇതുപോലെ ഉണക്കമുളക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റ് ഇട്ടാൽ. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് ചേർക്കുന്ന സമയത്ത് തീ കുറച്ച് വെക്കുക. തീ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പുകയും കിട്ടും. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ചുമയൊക്കെ വരും. ഇനി ഇതിലേക്കൊരു ചെറിയ ഉരുള പുളി ഒന്ന് പിഴിഞ്ഞിട്ട് അതും കൂടെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ പുളിയുടെ അളവ് ഞാൻ പറയത്തിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മുളകിൻ്റെ അളവ് എത്രത്തോളം ചേർക്കുന്നതിനനുസരിച്ചിട്ട് പുളി ചേർക്കാവൂ. എന്നാലേ ആ ഒരു ഇതും കൂടെ നന്നായിട്ട് ബാലൻസായി വരുള്ളൂ കേട്ടോ. നല്ല എരിവ് ചേർക്കുന്നവരാണെങ്കിൽ പുളിയുടെ അളവും കൂട്ടി കൊടുക്കുക. ഇപ്പോൾ പുളി ഒരുപാട് വെള്ളത്തിലൊന്നും പിഴിഞ്ഞെടുക്കേണ്ട, കുറച്ച് വെള്ളത്തിൽ മാത്രം ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി. ഇത് ഒരുപാട് ലൂസായിട്ടല്ല നമുക്ക് വേണ്ടത് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ഉടച്ച് വെച്ചിട്ടുള്ള വഴുതനങ്ങയാണ് ചേർക്കുന്നത്. അപ്പോൾ വഴുതന ചൂടാറിയതിന് ശേഷം ഞാൻ നന്നായിട്ട് ഉടച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ തൊലി കുടുങ്ങരുത് കേട്ടോ. തൊലി മുഴുവനായിട്ട് മാറ്റിയിട്ട് നല്ല പോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. കൂടെ ചേർത്തിട്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ, വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. കൂടുതലായിട്ട് സാധനങ്ങളൊന്നും ആവശ്യമില്ല നമുക്ക്. സാധാരണ നമ്മൾ ഉള്ളി ചട്നിയൊക്കെ ഉണ്ടാക്കുന്ന അത്രയും സാധനങ്ങൾ തന്നെ ഇതിന് നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. നേരത്തെ ഒന്ന് വഴുതനങ്ങ ചുട്ട് വെച്ചാൽ മാത്രം മതി. അപ്പോൾ നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഉപ്പൊക്കെ നിങ്ങൾ കറക്റ്റാണ് നോക്കിയിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. മല്ലിയിലും കൂടെ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. ഇത് സാധാരണ നമ്മൾ വഴുതനങ്ങ വേവിച്ചെടുക്കുന്ന ആ ഒരു ടേസ്റ്റ് അല്ല കേട്ടോ. വഴുതനങ്ങ ചുട്ട് ഇതുപോലെ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ സാധാരണ നിങ്ങൾ ഉള്ളി ചട്നി, തേങ്ങാ ചട്നി ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ അതുപോലെ ഉണ്ടാക്കാം. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഒരുപാട് ലൂസായിട്ടാവരുത് കേട്ടോ. ചമ്മന്തി പോലെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.